തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പ്രവർത്തകർക്കൊപ്പം ജനങ്ങളും മുന്നിട്ടിറങ്ങിയെന്ന് മങ്കട മണ്ഡലം UDF സ്ഥാനാർത്ഥി മഞ്ഞളാംകുഴി അലി. UDFന്റെ ജനപക്ഷ വാഗ്ദാനങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചുവെന്നും മങ്കടയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലും വിജയം ഉറപ്പെന്നും മഞ്ഞളാംകുഴി അലി പറഞ്ഞു. പനങ്ങാനിരയിൽ വോട്ട് ചെയ്ത ശേഷം ബൂത്തുകളിൽ സന്ദർശനം നടത്തുന്നതിനിടെ മലബാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു മഞ്ഞളാംകുഴി അലി MLA. രണ്ട് കാര്യമാണ് പ്രധാനമായിട്ടും. ഒന്ന്, ജനവിരുദ്ധ നയങ്ങൾ കുറെ LDFന്റെ ഉണ്ടായിരുന്നു. ഭരണവിരുദ്ധ വികാരം എല്ലാ സ്ഥലത്തും വല്ലാത്ത രീതിയിൽ അലടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ UDF ഇപ്പം കൊണ്ടുവന്നിട്ടുള്ള ഈ പദ്ധതികൾ 5 പദ്ധതികൾ അത് വളരെ വലിയ കാര്യമുള്ളൊരു കാര്യമാണ്. ജനങ്ങൾ മുഴുവൻ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഒരു സംശയമില്ല, ജനങ്ങളത് ഏറ്റെടുത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിൽ മങ്കടം മണ്ഡലത്തിൽ ഞാൻ കാണുന്ന രീതിയിൽ ഇത്രയധികം പ്രവർത്തനം ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്രാവശ്യം ഞങ്ങളെ പ്രവർത്തകർ മാത്രമല്ല, ജനങ്ങൾ മുഴുവനും പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ വ്യത്യാസമാണ്. ഞങ്ങളിൽ തന്നെ ഒരാൾ എതിരായിട്ട് നിന്ന് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളത് വലിയ ഒരു ഇതായിട്ട് എടുത്തിട്ട്, വലിയൊരു പ്രശ്നമായിട്ട് എടുത്തിട്ട് അവരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ലീഡേഴ്സ് മാത്രമല്ല, ജനങ്ങൾ മുഴുവനും പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. മുൻകാലങ്ങളിലൊന്നും ഇത്രയും വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. വിജയിച്ചാൽ മങ്കടയുടെ വികസനത്തിന് പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മങ്കട മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദ്. മങ്കടയുടെ രാഷ്ട്രീയ സാഹചര്യം തനിക്ക് അനുകൂലമെന്നും തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നും കുന്നത്ത് മുഹമ്മദ് പറഞ്ഞു. തിരൂർക്കാട് വോട്ട് ചെയ്ത ശേഷം മണ്ഡലത്തിലെ ബൂത്തുകൾ സന്ദർശനം നടത്തുന്നതിനിടെ മങ്കടയിൽ മലബാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു കുന്നത്ത് മുഹമ്മദ്. നല്ല പ്രതീക്ഷയാണ് തരുന്നത്. അവരെ നല്ല പിന്തുണ ഉണ്ട് എന്നുള്ളത് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ മണ്ഡലത്തിൽ വിജയിച്ച് കയറാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. കാര്യമായിട്ട് വികസനമാണ് ഇവിടെ മങ്കടയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. കുറേ കാലങ്ങളായിട്ട് വികസനങ്ങളിൽ പിറകോട്ടായിരുന്നു. അത് മറ്റു മണ്ഡലങ്ങളെ പോലെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതാണ് പ്രധാനമായിട്ടുള്ള അജണ്ട. അതിന് ഈ മണ്ഡലത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും അതിൻ്റെ കൂടെ കൈകോർത്തു എന്നുള്ളതാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും മങ്കടക്കായിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ, ദീർഘവീക്ഷണത്തോടുകൂടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതുമായിട്ട് മുന്നോട്ട് പോകും. മങ്കടയുടെ വികസനമാണ് ഊന്നൽ നൽകി മുന്നോട്ട് പോകുന്നത്. അതിൽ പുതിയ ജനറേഷന് പറ്റുന്ന കുട്ടികൾക്ക് പറ്റുന്ന പദ്ധതി കൂടി അതിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകും. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.